CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടയ വിതരണത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. മലപ്പുറത്ത് ജില്ലാതല പട്ടയ വിതരണ പരിപാടിയിൽ പട്ടയ വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ 2026-27 വർഷത്തെ വാർഷിക പദ്ധതിക്ക് രൂപം നൽകുന്നതിനായുള്ള വികസന സെമിനാർ EMS ടൗൺ ഹാളിൽ വെച്ച് നടന്നു. തരൂർ MLA PP സുമോദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിനെ CPM രാഷ്ട്രീയ വേദിയാക്കിയെന്നാരോപിച്ച് UDF അംഗങ്ങളും BJP അംഗവും ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. മണ്ണാർക്കാട് നാടും നഗരവും പൂരലഹരിയിലേക്ക്. മണ്ണാർക്കാട് പൂരത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ പൂരം പുറപ്പാട് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ നടന്നു. പൂരപ്പറമ്പിൽ നടന്ന കൈകൊട്ടിക്കളി ആവേശമായി. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ 2026-27 വർഷത്തെ വാർഷിക പദ്ധതിക്ക് രൂപം നൽകുന്നതിനായുള്ള വികസന സെമിനാർ EMS ടൗൺ ഹാളിൽ വെച്ച് നടന്നു. തരൂർ MLA PP സുമോദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിനെ CPM രാഷ്ട്രീയ വേദിയാക്കിയെന്നാരോപിച്ച് UDF അംഗങ്ങളും BJP അംഗവും ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മുടെ കേരളത്തിൽ വന്ന മാറ്റം നേരത്തെ ഒരു 35 വർഷം മുമ്പ് ഒരു നഗരസഭ ചെയർമാന് ഒരു 2 ലക്ഷം രൂപ മാറ്റണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകും. നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോയി ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കണം, കനിഞ്ഞാ കനിഞ്ഞു. എന്നാൽ അത് മാറി ഫണ്ടും അധികാരവും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ 96-ന് ശേഷം നമ്മുടെ നാട് അതിവേഗത്തിൽ മാറുന്ന സാഹചര്യമുണ്ടായി. അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ടു. എങ്ങനെയായിരിക്കണം നാടിൻ്റെ മാറ്റം? എവിടെയാണ് വെളിച്ചം വേണ്ടത്? എവിടെയാണ് കുടിവെള്ളം വേണ്ടത്? എവിടെയാണ് പോക്കറ്റ് റോഡ് വേണ്ടത്? എവിടെയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്? ഇതെല്ലാം നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുമായി ബന്ധപ്പെട്ട ഗ്രാമസഭകൾക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രധാനപ്പെട്ട സാധ്യതകൾ വന്നപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമാണ് കേരളത്തിൽ. കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ആകെ 24,60,61,710 രൂപയുടെ അടങ്കൽ പദ്ധതിക്കാണ് നഗരസഭ കരട് രൂപം നൽകിയിരിക്കുന്നത്. നഗരസഭയുടെ പശ്ചാത്തല വികസനത്തിനായി റോഡുകളുടെ ടാറിംഗ്, പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചുനീക്കൽ, കച്ചേരിക്കുന്ന് പാർക്ക് നവീകരണം, ആശുപത്രി OP ബിൽഡിംഗ് നവീകരണം എന്നിവയ്ക്ക് സെമിനാറിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ സോളാർ ഫെൻസിംഗ്, തെങ്ങ് കൃഷിക്ക് വളം, പശു വളർത്തൽ തുടങ്ങി 97.5 ലക്ഷം രൂപയുടെ പുതിയ പദ്ധതികൾ നടപ്പാക്കും. വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ, മുൻ ചെയർമാൻ P രാമചന്ദ്രൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ K ബാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, K നന്ദകുമാർ, KK സൈതലവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. CPIM രാഷ്ട്രീയ വേദിയാക്കി എന്നാരോപിച്ച് UDF അംഗങ്ങളും BJP അംഗവും സെമിനാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. സെമിനാറിന് ഭരണപക്ഷ പാർട്ടി പ്രതിനിധികളെ മാത്രം ക്ഷണിച്ച് പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ചെന്നും പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുന്ന പ്രധാന പദ്ധതികൾ പോലും കൗൺസിലർമാരെ അറിയിക്കാതെ ഏകപക്ഷീയമായാണ് ഭരണസമിതി പെരുമാറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് പറഞ്ഞു. ഈ വികസന സെമിനാറിൽ ഞങ്ങളുടെ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ഇതിലേക്ക് വിളിക്കാറുണ്ട്. കാരണം ഇതെല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി മാത്രമേ നമുക്ക് ഒരു നഗരസഭയുടെ ഒരു വർഷത്തെ വാർഷിക പദ്ധതി കോടികൾ ചെലവഴിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം. അതിന് ബദലായി CPM അവരുടെ ഘടകകക്ഷികളെ മാത്രം വിളിച്ച് പാർട്ടി പരിപാടിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ഈ വികസന സെമിനാർ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കൗൺസിലർമാർ, ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എഴുതി കൊടുത്തു വന്നിട്ടുള്ള മെമ്പർമാർ, അവരെല്ലാവരും ഈ യോഗം ബഹിഷ്കരിക്കുകയാണ്. ഇത് മാത്രമല്ല, പദ്ധതി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളോടൊരു അഭിപ്രായവും ചോദിച്ച് അനൗദ്യോഗികമായ യാതൊരു ചർച്ചയും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ഈ സെമിനാർ നടത്തുന്നത് പോലും ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് അറിയുന്നത്. ഉത്തരവാദപ്പെട്ട ആളുകളോട് മിനിഞ്ഞാന്ന് അടിയന്തര കൗൺസിൽ ഉണ്ടായിട്ട് പോലും അവിടെ ഒരു വാക്ക് പറയാൻ തയ്യാറാകാതെ സ്വന്തം പാർട്ടി നേതാക്കന്മാർക്ക് വിവരം കൊടുത്ത്
അവരെ കൊണ്ട് ഒരു പാർട്ടി സമ്മേളനം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ പേരിൽ AKG സെന്ററിൽ മതി, ടൗൺ ഹാളിൽ വേണ്ട. അങ്ങനെ നടത്തുകയാണെങ്കിൽ അതിന് ഒരു സംശയം വേണ്ട. UDFന്റെ 14 മെമ്പർമാരെയും UDFന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെയും ജനങ്ങളെയും അതിന് കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ വികസന സെമിനാർ നഗരസഭ തീരുമാനിച്ചു. ആ വിവരം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജനപ്രതിനിധികളുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു പോസ്റ്റർ ഇട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കരുതിയത് ജനപ്രതിനിധികളും ഒപ്പം വാർഡിൽ നിന്നും നിർദ്ദേശിക്കപ്പെടുന്ന 5 ആളുകളുമാണ് ഈ വികസന സെമിനാറിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് വന്നു നോക്കുമ്പോൾ ചെർപ്പശ്ശേരിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പലരും സ്റ്റേജിൽ വലിഞ്ഞു കയറിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ അതുമായി അതിൽ ചർച്ച ചെയ്തപ്പോൾ അവരെയൊക്കെ വിളിച്ചതും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും പങ്കെടുപ്പിക്കാതെ ചെർപ്പശ്ശേരിയുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തരത്തിലൊരു ഏകപക്ഷീയമായ സമീപനവുമായി ആണ് നഗരസഭാ ഭരണസമിതിക്ക് നേതൃത്വം നടത്തുന്നവർ കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ പ്രാദേശികമായി വരുന്ന ഞങ്ങളുടെ പ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ അപമാനിക്കുന്ന ഈ ഭരണസമിതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇത് ബഹിഷ്കരിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായി ഇത് കൗൺസിലിൽ ചോദ്യം ചെയ്യുകയും ജനകീയമായ നടപടികളിലൂടെ മാത്രമേ ചെർപ്പശ്ശേരി നഗരസഭയുടെ വികസനവുമായി മുന്നോട്ട് പോകാൻ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് മാത്രമേ ഈ ഭരണസമിതി അല്ലാതെ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന നടപ്പിലാക്കുന്ന ഭരണസമിതിയാക്കി മാറ്റാൻ ഒരു തരത്തിലും ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ആ ഉത്തരവാദിത്തം അടുത്ത വരും കൗൺസിലും അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. CCN ചെർപ്പുളശ്ശേരി. കടമ്പഴിപ്പുറം ടൗണിൽ പുതുതായി സജ്ജമാക്കിയ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ജനങ്ങൾക്ക് ആശ്വാസം പകരാനും ഫലപ്രദമായ ഇടപെടലാണ് സപ്ലൈകോ നടത്തിയിരുന്നത്. സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, എല്ലാ നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന കേന്ദ്രങ്ങളായി ഗ്രാമപ്രദേശങ്ങളിലെ അടക്കം ഔട്ട്ലെറ്റുകൾ മാറുകയാണ്. എല്ലാ മാവേലി സ്റ്റോറും ഘട്ടം ഘട്ടമായി സൂപ്പർ സ്റ്റോറുകളാക്കുക എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഏറ്റവും ആകർഷകമായ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലെ മാളുകളിലേതുപോലെയുള്ള സൗകര്യം സർക്കാർ ഒരുക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാം ഒത്തുചേർന്നിട്ടുള്ളത്. ആദ്യ വിൽപ്പന ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി വാസൻ നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളും പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. നിർമ്മാണം പൂർത്തിയാകാത്തതും അശാസ്ത്രീയവുമായ കരിമ്പുഴ കൂട്ടിലക്കടവ് റോഡിന്റെ ഉദ്ഘാടനം തടയുമെന്ന് നാട്ടുകാർ. ഈ വിഷയത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഉദ്ഘാടനത്തിന് ഞങ്ങൾ സമ്മതിക്കില്ല. റോഡ് നിർമ്മാണത്തിലെ പിഴവുകൾ കാരണം മഴ സമയത്ത് കരിമ്പുഴ തെരുവിലെ വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറുന്ന പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രധാന ആവശ്യം. ഈ വിഷയത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് തെങ്ങിൻതോട്ടം, പഞ്ചായത്ത് മെമ്പർമാരായ N ഹംസ, മൈമൂനത്ത്, ആമിന, ഫൗസിയ എന്നിവരും ഉമ്മർ MP, ഹബീബ് തങ്ങൾ, കണ്ണൻ, കൃഷ്ണകുമാർ, ബാബു, ഓമന ഉണ്ണി, CK മുഹമ്മദ് തുടങ്ങിയവരും അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തു. അവിടെ ഒരു ഓവാല ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ കൃത്രിമപരമായി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു നിലവില് ഒരു റോഡിൽ ഒരു അസറ്റ് നമ്മുടെ കയ്യിലേക്ക് ഇത് 2012 മറ്റാണ് നമുക്ക് തന്നത് പഞ്ചായത്തിൽ. ആ തന്ന സമയത്ത് ഉണ്ടായിരുന്ന കൽവേട്ടാണ് അത്. അന്ന് നമ്മൾ എനിക്കിതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയില്ല, നമ്മൾ ഇവിടുന്നുള്ള എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഒരു ജനറൽ ബോഡി പോലെ വിളിച്ചിട്ട് അവിടുന്ന് കുറച്ച് പേര് കാണിച്ചു തന്നതാണ് ആ കൽവേട്ട് ചെയ്യണം എന്നുള്ളത്. അത് ഫസ്റ്റ് തന്നെ നമ്മൾ ആ വർക്കാണ് അവിടെ തുടങ്ങിയത്. ആ വർക്ക് തുടങ്ങി ആ കൽവേട്ട് മൊത്തം ചെയ്തിട്ട് ഇന്നിപ്പോൾ നമ്മളിന്ന് കോടതിയിലേക്ക് ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ, അത് അവിടെ ഉണ്ടായിരുന്ന കൽവേട്ടാണ്, അവിടെ ഇങ്ങനെയൊക്കെയാണെന്നത്. ഇന്ന് അവിടെ ഇല്ലാതെ അശാസ്ത്രീയമായി നിർമ്മിച്ചു. ഇനി ഇവിടുത്തെ കാര്യം ഞാൻ പറയാം. ഇവിടെ അങ്ങനെ ഒരു കൽവേട്ട് ഇല്ല, നിലവിൽ ഇതുവരെ ഇല്ല. ഇല്ലാത്തൊരു കൽവേട്ട് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പല രീതി, അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ ഒന്നും ഉള്ളത് ഉണ്ടാക്കിയപ്പോൾ അതാണ് അവസ്ഥ. ഇല്ലാത്തത് ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും, ഇത് യോജിക്കുന്നവരും ഉണ്ടാവും, യോജിക്കാത്തവരും ഉണ്ടാവും. അപ്പൊ ഇതിലേറെ ഇതാണ് വരിക. അപ്പൊ നമുക്ക് അതായത് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇല്ല സ്ഥലത്ത് എന്തായിരുന്നു ഉള്ളത്, ഇതുപോലെയാണ് ഇവിടെ വെള്ളം പോയിരുന്നത്, അതിനെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകാൻ ചെയ്തിട്ടുള്ളത്.
ജനങ്ങളുടെ പരാതി പരിഗണിച്ച് ശാസ്ത്രീയമായ പരിഹാരം കാണണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ ഐതിഹ്യ പെരുമയുറങ്ങുന്ന കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം പുറപ്പാട് ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി നടന്നു. 4 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ആറാട്ടെഴുന്നള്ളിപ്പ് നടന്നു. പൂരം മാർച്ച് 4-ന് ആഘോഷിക്കും. വ്യാഴാഴ്ച പുലർച്ചെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന ഉഷപൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ക്ഷേത്രമുറ്റത്ത് ഓട്ടൻതുള്ളലും അരങ്ങേറി. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മേള പ്രമാണിമാരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. കുണ്ടശ്ശേരി രാധാകൃഷ്ണൻ ആദരിക്കുന്നതിനായി സുബ്രഹ്മണ്യൻ തോന്നിക്കുന്നു. പല്ലാവൂർ രാജേഷ് ആദരിക്കുന്നതിനായി കോട്ടപ്പുറം അനിൽ ആദരിക്കുന്നതിനായി ചെർപ്പശ്ശേരി ശിവശങ്കരൻ ആദരിക്കുന്നതിനായി ഉണ്ണികൃഷ്ണൻ ബാബു ആദരിക്കുന്നതിനായി രാമകൃഷ്ണൻ കൂത്തുന്നത് ആദരിക്കുന്നതിനായി അജിത് പ്രസാദ്. ഇതിനു പിന്നാലെ കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ 4 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ആറാട്ടെഴുന്നള്ളിപ്പ് നടന്നു. ആറാട്ട് കൊട്ടിക്കയറിയതിനു ശേഷം മേളം, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ എന്നീ ചടങ്ങുകളും ഭക്തിപൂർവ്വം പൂർത്തിയാക്കി. വൈകുന്നേരം ചാക്യാർകൂത്ത്, നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങളാണ് പൂരം പുറപ്പാട് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. ചരിത്രപ്രസിദ്ധമായ വായില്യാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മാർച്ച് 4-ന് ആഘോഷിക്കും. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് നാടും നഗരവും പൂരലഹരിയിലേക്ക്. മണ്ണാർക്കാട് പൂരത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ പൂരം പുറപ്പാട് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ നടന്നു. പൂരപ്പറമ്പിൽ നടന്ന കൈകൊട്ടിക്കളി ആവേശമായി. കൊണ്ട്
ഉണർവ് ചേരംകുളം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ആസ്വാദക ശ്രദ്ധ നേടി. പൂരം പുറപ്പാടിന് സാക്ഷിയാകാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. പുറപ്പാട് ദിവസം മണ്ണാർക്കാട് മെഗാ തിരുവാതിര ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയും നടന്നു. ഗജരാജൻ മുള്ളത്ത് ഗണപതി തിടമ്പേറ്റിയ പുറപ്പാടു ചടങ്ങിൽ മച്ചാട് ഗോപാലൻ, കൂറ്റനാട് വിഷ്ണു എന്നീ ആനകൾ അനുഗമിച്ചു. പുലർച്ചെ 12 മണി മുതൽ 2 മണി വരെ മേളവും ഇടയ്ക്ക് പ്രദക്ഷിണവും നടന്നു. പൂരത്തോടനുബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഭക്തരെയും അറിയിക്കുകയാണ്. ഈ വർഷത്തെ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക വാദ്യപ്രവീണ പുരസ്കാരം പ്രശസ്ത ഇടയ്ക്ക കലാകാരൻ തിരുവല്ലു അമല ഹരിക്ക് സമർപ്പിച്ചു. CCN മണ്ണാർക്കാട്. പട്ടയ വിതരണത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. മലപ്പുറത്ത് ജില്ലാതല പട്ടയ വിതരണ പരിപാടിയിൽ പട്ടയ വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി.
3342 പേർക്ക് പട്ടയം വിതരണം ചെയ്യുന്ന മലപ്പുറം പട്ടയ വിതരണത്തിൽ സംസ്ഥാനത്തു തന്നെ മുന്നിട്ട് നിൽക്കുന്നുവെന്നും SIR പ്രവർത്തനങ്ങൾക്കിടയിലും പട്ടയ വിതരണത്തിന് ജീവനക്കാരുടെ ശ്രമമുണ്ടായതുകൊണ്ടാണ് ജില്ലയിൽ ഇത്രയും പട്ടയങ്ങൾ നൽകാൻ കഴിഞ്ഞത്. പട്ടയ വിതരണ ചരിത്രത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ പട്ടയം നൽകാൻ ജില്ലയ്ക്ക് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല പട്ടയ വിതരണ പരിപാടിയിൽ പട്ടയ വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ ഇന്ന് 3342 പട്ടയങ്ങളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതിൽ അഞ്ചൽ ലാൻഡ് ട്രിബ്യൂണൽ 1250, തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ 1288, തിരുവനങ്ങാടി ലാൻഡ് ട്രിബ്യൂണലിൽ പെട്ടുന്ന 503, മലപ്പുറം ദേവസ്വം ട്രിബ്യൂണൽ 77, ഭൂപതിവ് ചട്ടപ്രകാരമുള്ള 27 പട്ടയങ്ങളും സുനാമിയിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ലഭിച്ച ഭൂമിയുടെ പട്ടയങ്ങളിൽ 4 എണ്ണവും 10 ലക്ഷം പട്ടയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 അടക്കം 3342 പട്ടയങ്ങൾ. എനിക്ക് തോന്നുന്നു പട്ടയങ്ങളുടെ ചരിത്രം തന്നെ എടുത്താൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ ഏറ്റവും കുറഞ്ഞ കാലത്തിനിടയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. പരിപാടിയിൽ ജില്ലാ കളക്ടർ VR വിനോദ് സ്വാഗതം പറഞ്ഞു. പി ഉബൈദുള്ള MLA, മഞ്ഞലാക്കുഴി അലി MLA എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ VT ഘോളി നന്ദി പറഞ്ഞു. ADM K ദേവകി, വാർഡ് കൗൺസിലർ ഷബ്ന മൻസൂർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. തൃശൂരിൽ വെച്ചു നടന്ന പട്ടയ വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പരിപാടിയിൽ റവന്യൂ മന്ത്രി K രാജൻ അധ്യക്ഷനായി. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടയ വിതരണത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. മലപ്പുറത്ത് ജില്ലാതല പട്ടയ വിതരണ പരിപാടിയിൽ പട്ടയ വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ 2026-27 വർഷത്തെ വാർഷിക പദ്ധതിക്ക് രൂപം നൽകുന്നതിനായുള്ള വികസന സെമിനാർ EMS ടൗൺ ഹാളിൽ വെച്ച് നടന്നു. തരൂർ MLA PP സുമോദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിനെ CPM രാഷ്ട്രീയ വേദിയാക്കിയെന്നാരോപിച്ച് UDF അംഗങ്ങളും BJP അംഗവും ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. മണ്ണാർക്കാട് നാടും നഗരവും പൂരലഹരിയിലേക്ക്. മണ്ണാർക്കാട് പൂരത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ പൂരം പുറപ്പാട് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ നടന്നു. പൂരപ്പറമ്പിൽ നടന്ന കൈകൊട്ടിക്കളി ആവേശമായി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.